നമസ്കാരം. ചാനൽ മൂവാറ്റുപുഴയിലേക്ക് സ്വാഗതം. മൂവാറ്റുപുഴ MCS ആശുപത്രിയിൽ MCS ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും MCS അനന്ത നേത്രാലയത്തിന്റെയും ഉദ്ഘാടനം നടന്നു. നിയമസഭാ സ്പീക്കർ MN ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു. മൂവാറ്റുപുഴ MCS ആശുപത്രിയിൽ ഹൃദ്രോഗ ചികിത്സാ വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. ആശുപത്രിയിലെ MCS ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും MCS അനന്ത നേത്രാലയത്തിന്റെയും ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ AN ഷംസീർ നിർവഹിച്ചു. അൺവെയിലിംഗ് സെറമണി നടത്തിയാണ് ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ AN ഷംസീർ സാറിനെ ക്ഷണിക്കുന്നു. സഹകരണ മേഖലയിൽ ആരോഗ്യ പ്രവർത്തനം നടത്തുന്ന ആശുപത്രികളുടെ നിലനിൽപ്പിന് ഇക്കാലത്ത് ജനങ്ങളുടെ കൂടുതൽ സഹകരണം ആവശ്യമാണെന്ന് നിയമസഭാ സ്പീക്കർ N ഷംസീർ പറഞ്ഞു. കോവിഡിന് ശേഷം കുഴഞ്ഞു വീണ് മരണം വർദ്ധിച്ചതായി കാണുന്നുവെന്നും ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ കൂടുതൽ പഠനം ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആശുപത്രികളിൽ നിർബന്ധമായും CPR പരിശീലനം നൽകണം. മെഡിക്കൽ സയൻസിനകത്തുണ്ടായ പുരോഗതിയിൽ ഒരു ഘട്ടമാണ് ഇന്റർവെൻഷൻ കാർഡിയോളജി. കാത്ത് ലാബ് പ്രവർത്തനം വളരെ ഗുണകരമാണ്. ആരോഗ്യ കാര്യങ്ങളിൽ സുരക്ഷിതമായ ഇന്നലെ നിലയിൽ രോഗാവസ്ഥകളെ മുൻകൂട്ടി കാണാൻ കഴിയണം. വ്യക്തി ജീവിതത്തിൽ അത് നടപ്പാക്കാനാവണമെന്നും സ്പീക്കർ പറഞ്ഞു. കോവിഡിന് ശേഷം ആള് കൊഴിഞ്ഞുകൊണ്ട് മരിക്കുന്നുണ്ട്, ഒരു ഫാക്റ്റാണ്. സയന്റിഫിക് സ്റ്റഡി ഒന്നും പുറത്തു വന്നത് എന്താ കാരണം ഞങ്ങൾക്ക് ആർക്കും പറഞ്ഞുകൂടാ. അത് പഠിക്കേണ്ട ഡോക്ടറെ പോലുള്ള ആളുകളാണ്. ഞങ്ങൾ നിയമസഭക്കകത്തും പുറത്തും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ സയന്റിഫിക് സ്റ്റഡി അനിവാര്യമാണ്. കാരണം പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. എന്താണ് കാരണം? അത് ആധികാരികമായ പഠന റിപ്പോർട്ടുകൾ വരണം. എണ്ണം കൂടും. ഞാൻ ആളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നല്ല കേട്ടോ, നിങ്ങൾ വിചാരിക്കണ്ട. ഇതെല്ലാം കേട്ട് ചെറിയ ഒരു പണ്ട് പാമ്പിനെ പറ്റി കഥ പറഞ്ഞിട്ട് ലാസ്റ്റ് ആള് പോകുന്നില്ല. കാരണം അങ്ങനെ ഉണ്ടല്ലോ, ഒരു ഫിയർ സൈക്കോസിസ് പെട്ടെന്ന് വരും. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഹാർട്ടിനെ പറ്റി അധികം പറയുന്നില്ല. കാരണം ഇത് പറഞ്ഞാൽ പിന്നെ നമുക്ക് ആടെ വേദന ഉണ്ടോളൂ ഈടെ വേദന ഉണ്ടോളൂ എന്ന് തോന്നും. പക്ഷെ എന്നിരുന്നാലും ഈ കുഴഞ്ഞു വീണ് മരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്ന് ഈ കാർഡിയാക് ഇഷ്യൂ തന്നെയാണ്. ഈ കാർഡിയാക് ഇഷ്യൂസ് കൂടുന്നു. കാർഡിയാക് ഇഷ്യൂസ് കൂടുമ്പം ഇവിടെ ബഹുമാനപ്പെട്ട ഇസ്മായിലിക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, 150-ലേറെ ആളുകൾ ഒരു മാസം ഇവിടുന്ന് എറണാകുളത്തേക്ക് പോവാണ്. 150-ലേറെ ആളുകൾ. നിങ്ങൾ കാണണം, ഈ ആളുകൾ സ്റ്റണ്ട് ഇടുമ്പോൾ ചിലർ ബേജാറാവും. സ്റ്റണ്ട് ഒന്നിട്ട ബേജാറാവേണ്ട കാര്യമില്ല കേട്ടോ. കൃഷ്ണൻകുട്ടിയേട്ടൻ പറഞ്ഞു എനിക്ക് 8 സ്റ്റണ്ട് ഉണ്ട് നമ്മുടെ മന്ത്രി, വളരെ കൂളാമ പറ. അപ്പൊ അതുകൊണ്ട് ചിലർക്ക് ഇത് ചിലർ കാണിക്കൂല. എന്താ കണ്ടിട്ട് ഇനി കാലക്കേടിന് വല്ല ബ്ലോക്ക് ഉണ്ടോ എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. നിങ്ങൾ കാണേണ്ട പ്രശ്നം ഈ സ്റ്റണ്ട് ഇട്ട് ജീവിക്കുന്ന ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. കൃഷ്ണൻകുട്ടിയുടെ എൻ്റെ അടുത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞ് നീ എനക്ക് 8 ഉണ്ടോ ഒരു പ്രശ്നമില്ല എന്നുള്ള. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ കാത്ത് ലാബ് ആ രീതിയിൽ ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ ഇതിലുകൊണ്ടെല്ലാം പരിഹാരമല്ല. ചിലത് ഓപ്പൺ ഹാർട്ടിലേക്ക് വേണ്ടി വരും. ഓപ്പൺ ഹാർട്ട് സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണ്ടി വരും ചില ഘട്ടത്തിൽ. പക്ഷെ എന്നിരുന്നാലും ഈ മെഡിക്കൽ സയൻസിനകത്തുണ്ടായ പുരോഗതിയുടെ ഒരു ഘട്ടമാണ് ഇന്റർവെൻഷണൽ കാർഡിയോളജി മെഡിക്കൽ സയൻസിനകത്ത് പ്രത്യേകിച്ച് കാർഡിയാക് ട്രീറ്റ്മെന്റിനകത്ത് ഒരു പുരോഗതിയുടെ ഒരു സ്റ്റെപ്പാണ്. നേരത്തെ എന്തായിരുന്നു? നേരത്തെ കാർഡിയാക് ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പാട് നേരെ മുറിച്ച് മറ്റേ തുന്നിക്കൊട്ടല. ഇപ്പം അതല്ല. ഇപ്പം മെഡിക്കൽ സയൻസ് അഡ്വാൻസ് ചെയ്തു. അതിന്റെ ഭാഗമാണ് കാത്ത് ലാബ്. ആ കാത്ത് ലാബാണ് MCS ഇപ്പം ആരംഭിച്ചിട്ടുള്ളത്. ഇത് ഇവിടുത്തെ പ്രാദേശിക ആളുകൾക്ക് ഇവിടെ നല്ല മെഡിക്കലായ ഡോക്ടറുണ്ട്. ഈ ആശുപത്രിയിൽ നിങ്ങൾ വിശ്വസിക്കുക, ഡോക്ടർമാരെ വിശ്വസിക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടായി പ്രവർത്തിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കണം. ആശുപത്രിയുടെ പുതിയ അംഗത്വ വിതരണം മൂവാറ്റുപുഴ പ്രസ് ക്ലബ് ഭാരവാഹികൾക്ക് നൽകി സ്പീക്കർ നിർവഹിച്ചു. ആശുപത്രി ചെയർമാൻ അഡ്വക്കേറ്റ് PM ഇസ്മയിൽ അധ്യക്ഷത വഹിച്ചു. ആശുപത്രി സെക്രട്ടറി MA സഹീർ സ്വാഗതം ആശംസിച്ചു. നഗരസഭാ ചെയർമാൻ PPL ദോസ് OP ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ MLA-മാരായ അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ, ബാബു പോൾ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PA അബ്ദുൾ സലാം, നിസ അഷറഫ്, കൗൺസിലർ ഹൗസിയ അലി, കൺസ്ട്രക്ഷൻ കമ്മിറ്റി ചെയർമാൻ VU സിദ്ദിഖ്, അഡ്വക്കേറ്റ് അനീഷ് M മാത്യു, മുഹമ്മദ് പനക്കൽ, ഗോപകുമാർ പാറപ്പാട്ട്, ഡോക്ടർ ഷിജി വർഗീസ്, ഡോക്ടർ അശ്വിൻ C സോമരാജൻ, കാർഡിയോളജി ഡയറക്ടർ M ടിൻറ്റുമോൻ, CEO ലിമി എബ്രഹാം എന്നിവർ സംസാരിച്ചു.
പ്രഗത്ഭരായ ഡോക്ടർമാർ, വിദഗ്ധ പരിശീലനം നേടിയ നഴ്സുമാർ, സാങ്കേതിക വിദഗ്ധർ എന്നിവരും അനുബന്ധ ആധുനിക ഉപകരണങ്ങളും സംവിധാനങ്ങളും ഉൾപ്പെടെയാണ് കാത്ത് ലാബ്. പ്രഗത്ഭരായ ഡോക്ടർമാർ, വിദഗ്ധ പരിശീലനം നേടിയ നഴ്സുമാർ, സാങ്കേതിക വിദഗ്ധർ എന്നിവരും അനുബന്ധ ആധുനിക ഉപകരണങ്ങളും സംവിധാനങ്ങളും ഉൾപ്പെടെയാണ് കാത്ത് ലാബ് സജ്ജീകരിച്ചിട്ടുള്ളത്. ആധുനിക സൗകര്യങ്ങളോടെ ആശുപത്രിയിൽ കണ്ണ് ചികിത്സാ വിഭാഗമായ MCS അനന്ത നേത്രാലയം 6 മുതൽ പ്രവർത്തനം ആരംഭിക്കും. ടീം ചാനൽ മൂവാറ്റുപുഴ.